സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ഫ്രൈ ആണ്. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി 1/2 കിലോ ചിക്കൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും, ഗരം മസാല ഇല്ലെങ്കിൽ അതിന് പകരം 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി. പിന്നീട് ചിക്കൻ ആവശ്യമായ ഉപ്പും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ തൈരാണ്. നിങ്ങളുടെ കയ്യിൽ തൈര് ഇല്ലെങ്കിൽ അരമുറി നാരങ്ങയുടെ ജ്യൂസോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരിയോ ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. കൂട്ടത്തിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സാക്കി ചിക്കനെ നല്ലവണ്ണം പിടിപ്പിച്ചെടുക്കണം. ചിക്കൻ ഫ്രൈക്ക് എടുത്തിരിക്കുന്ന പീസുകളെ കറിക്കെടുക്കുന്ന പോലെ ചെറിയ പീസുകളാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ മസാലയെല്ലാം ചിക്കനിലേക്ക് നല്ലവണ്ണം പിടിച്ചു കിട്ടും. ഈ കണ്ടെയ്നർ അടച്ചു വെച്ച് ഫ്രിഡ്ജിൻ്റെ തട്ടിൽ 3 മണിക്കൂറെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് ഇത് എടുത്ത് ഫ്രൈ ചെയ്യാം. ഫ്രിഡ്ജിൽ നിന്നും എടുത്ത ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ചിക്കനിലേക്ക് 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലവർ ഇട്ട് നല്ലവണ്ണം ചിക്കനുമായിട്ട് മിക്സ് ചെയ്യുന്ന പോലെ യോജിപ്പിച്ചെടുക്കണം. കോൺഫ്ലവർ ഇടുന്നത് ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രം ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുക. മുട്ടിക്കിടക്കാത്ത രീതിയിൽ കുറച്ച് പീസുകൾ മാത്രം ഇട്ട് കൊടുക്കുക. ചിക്കൻ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇല്ലെങ്കിൽ ചിക്കൻ്റെ പുറം കരിഞ്ഞു പോവുകയും അകവശം വെന്ത് കിട്ടുകയും ഇല്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം പിന്നീട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. മീഡിയം ഫ്ലെയിമിൽ 8 മിനിറ്റ് ഫ്രൈ ആയതിന് ശേഷം ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും ഫ്രൈ ആയി വന്ന ചിക്കൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നതിന് മുമ്പേ ചിക്കൻ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി 3 പച്ചമുളക് നെടുകെ പിളർന്നും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഫ്രൈ ആക്കി ചിക്കൻ്റെ കൂട്ടത്തിൽ കോരിയെടുക്കാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഫ്രൈ ആക്കിയെടുക്കാം. പുറം നല്ല ക്രിസ്പിയും ഉൾവശം നല്ല ജ്യൂസിയുമായിട്ടുള്ള ചിക്കൻ ഫ്രൈ നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് വളരെ ടേസ്റ്റിയുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത്. ഇനി ചിക്കൻ മേടിക്കുമ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.